ഇവൻ 3 ദിവസത്തിന് ശേഷം ആദ്യമായി കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട്. എന്നാൽ പിന്നീടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവനുണ്ടായിരുന്നു. ദൈവം തന്നെ നല്ലൊരു ഡോക്ടറെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഡോക്ടറിൻ്റെ ചികിത്സയിലായിരിക്കുകയും ഇവന് ഇമ്മ്യൂണിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ പെട്ടെന്ന് മാറുകയും മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഇവൻ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. ഈ കാലയളവിൽ തന്നെ എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. 2 വർഷത്തോളമായി ടെസ്റ്റുകളൊക്കെ ചെയ്ത് IVF മാത്രമാണ് ഒരു ഏക പോംവഴിയെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ എൻ്റെ വിശ്വാസപ്രകാരം IVF ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യമുണ്ടായിരുന്നതിനാൽ ഞാൻ ആ തീരുമാനത്തെ ദൈവത്തിന് സമർപ്പിച്ചു. ഉടൻ തന്നെ ആ തീരുമാനം ദൈവം ഏറ്റെടുക്കുകയും ഈ മെയ് മാസം 15-ാം തീയതി ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഗബ്രിയേൽ എന്നൊരു കുഞ്ഞിനെ നൽകി.